ഇടുക്കി പീരുമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിൽ വനംവകുപ്പിനെതിരെ CPI. വന്യജീവി ശല്യം സംബന്ധിച്ച സാഹചര്യങ്ങൾ നിയമസഭയിലും വനംവകുപ്പിലും അറിയിച്ചിട്ടും ശാശ്വത പരിഹാരമായിട്ടില്ല. ഇതിനെതിരെ പീരുമേട് MLA വാടൂർ സോമന്റെ നേതൃത്വത്തിൽ ഇന്ന് ജനകീയ പ്രതിഷേധം നടത്തും. ഇവരുമായി സുബിൻ തോമസ് ചിരിയാണ്. സുബിൻ, ഇത്തരത്തിലാണ് CPIയുടെ പ്രതിഷേധം. പ്രത്യേകിച്ച് പീരുമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിൽ വനം വകുപ്പിനെതിരെ തന്നെ CPI രംഗത്ത് വന്നിരിക്കുകയാണല്ലോ. തീർച്ചയായും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പീരുമേട് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും കൂടുതൽ കാട്ടാനകളെ കൊണ്ടാണ് ഈ പീരുമേടിന്റെ പല മേഖലകളിലും ആളുകൾ പൊറുതിമുട്ടുന്നത്. പ്രധാനമായും മതമ്പ, അതുപോലെ തന്നെ മതമ്പ, അതുപോലെ തന്നെ പീരുമേട് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഇത്തരത്തിൽ ഈ കാട്ടാനശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാട്ടാനശല്യം രൂക്ഷമായിട്ടും ഇത്തരത്തിൽ നിരവധി തവണ നിയമസഭയിലും അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടും പീരുമേട് MLA വാടൂർ സോമൻ നിരവധി തവണ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഈ കാട്ടാനശല്യം രൂക്ഷമാകുന്നു, ഈ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു, കൃത്യമായ ഇടപെടൽ പീരുമേട് മേഖലയിൽ ഉണ്ടാവണമെന്ന ആവശ്യം പലതവണ പറഞ്ഞിട്ടും അതിലൊന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും CPI മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസം മതമ്പയിൽ ഒരു തോട്ടം തൊഴിലാളി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ പരുന്തംപാറയ്ക്കടുത്ത് കല്ലാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ കാട്ടാനകൾ എത്തുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആളുകൾക്ക് പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ മേഖലകളിലെല്ലാം തന്നെ ഉടലെടുത്തിട്ടുള്ളത്. മുൻപ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നമ്മൾ കണ്ടിരുന്നത് പോലെ തോട്ടത്തിനുള്ളിലൂടെ ഈ തേയിലത്തോട്ടങ്ങൾക്കുള്ളിലൂടെ കാട്ടാനകൾ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ നിലവിൽ ഇപ്പോൾ ഈ പീരുമേടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം ആദ്യമായാണ് ഈ ഒരു മേഖലയിൽ ഉടലെടുക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെയൊന്നും ഈ വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല. പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് പടക്കം പിടിച്ച് ആനകളെ തുരത്തും. ആനകൾ മാറിക്കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർ തിരിച്ചു മടങ്ങും. പോയതുപോലെ തന്നെ ആനകൾ തിരികെ എത്തുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയും തുടർച്ചയായി വന്യമൃഗശല്യം രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ജില്ലയിൽ CPI കൂടി വനംവകുപ്പിനെതിരെ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 4 മണിയോടുകൂടിയാണ് ഒരു പ്രതിഷേധ പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇടുക്കി 35-ാം മൈലിൽ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിലാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മുമ്പ് CPM ഉൾപ്പെടെ ഈ വനംവകുപ്പിനെതിരെ രംഗത്തെത്തിയിരുന്നുവെങ്കിലും CPI പ്രത്യക്ഷ സമരങ്ങളിലേക്കൊന്നും കടന്നിരുന്നില്ല. നിലവിൽ ഇപ്പോൾ വനംവകുപ്പിനെതിരെ CPI കൂടി രംഗത്തെത്തുമ്പോൾ ഇടുക്കിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.